നോക്കിയാണ് ചെങ്കള നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെമ്പേരിയിലുള്ള വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം മാറ്റിതാക്കണം. ഈ കാണുന്ന ഒരു 1.5 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. വീട് വെച്ച് താമസിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ വീടോ സ്ഥലമൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും കൂടെ പറ്റുന്ന നല്ലൊരു കീട്ടിലെ 1.5 ഏക്കർ പ്ലോട്ടാണെന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു കേട്ടോ. നമ്മൾ നെല്ലിക്കുറ്റി ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. അവിടുന്ന് ഏകദേശം നമുക്ക് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള ഏകദേശം ഒരു 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മളെ പ്ലോട്ടിലോട്ട്. എന്താ ഏത് വണ്ടി വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഞ്ചായത്ത് എന്താ പറയാ ടാറിംഗ് എല്ലാം പാസ്സായി കിടക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് റോഡാണ്. ടാറിംഗ് എല്ലാം പാസ്സായി കിടക്കുന്ന റോഡാണ്. പിന്നെ ഇതാക്കണം അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഒക്കെ വലിയ വലിയ വീടുകളൊക്കെയാണ്. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്രദേശം തന്നെ കേട്ടോ. വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. നമ്മുടെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന എരിവേശിയാണ്. അതുപോലെ വില്ലേജ് നമുക്ക് എരിവേശിയാണ് കേട്ടോ. പിന്നെ താലൂക്ക് വരുന്ന നമുക്ക് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് എന്നൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു 35 കിലോമീറ്റർ ദൂരമുള്ള. അതുപോലെ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 47 കിലോമീറ്റർ ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിന് നമുക്ക് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത് കേട്ടോ. അവിടം വരെ ഉണ്ട്. മൊത്തം ഇതാക്കണം ഇങ്ങനെ കിടക്കുകയാണ്. ഒരുവിധം നിരപ്പായി കിടക്കുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ അങ്ങോട്ടൊക്കെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശം അല്ലേ. നല്ലൊരു ഏരിയ, നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതാക്കണേ നമ്മളെ പറമ്പിൽ ഇതാക്കുന്നത് ഇതേമാരിക്കുള്ള റബ്ബറുകളാണ് കേട്ടോ. ഒക്കെ 105 ഇനത്തിലും അതുപോലെ 414 ഇനത്തിൽ പെട്ടിട്ടുള്ള ഇതേമാരിക്കുള്ള 200ഓളം റബ്ബറുകൾ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ഉണ്ട് കേട്ടോ. അതേമാരിക്ക് ഒരു 10-30ഓളം തെങ്ങുണ്ട്. പിന്നെ നമുക്ക് പറമ്പിന്റെ അതിർവഴി ഇതാക്കുന്ന കുറെ ആഞ്ഞിലി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വഴിയെ കാണിച്ചു തരാം. അപ്പൊ അതിന് മുന്നേ ഇതാക്കണേ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഈ ഒരു സൈഡിലോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുണ്ട്. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് എൻഡ് നമുക്ക് ഇതാക്കണേ ഇവിടം വരെയാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട്. കുറെ അങ്ങ് ആ മരം കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട് ആ വീടിന്റെ അവിടെ. അവിടുന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ഒരു 1-2 പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കാനും പറ്റുന്നതാണ്. ഇനി വരെ നമുക്ക് പ്ലോട്ടിലോട്ട് പോയി നോക്കട്ടെ. അതിന് മുന്നേ ഇങ്ങോട്ട് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ സ്ഥലം മൊത്തം 1.5 ഏക്കർ പ്ലോട്ടാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ ആലക്കോട് കരുവഞ്ചാല് അതുപോലെ ചപ്പാരപ്പട വേരുകളിലൊക്കെ നിങ്ങളെ വീട് സ്ഥലമൊക്കെ അതായത് 10 സെന്റ് 20 സെന്റ് ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങള് വീട് സ്ഥലമായിട്ടുള്ള സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലമൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനും ഇതിന്റെ ഓണർ റെഡിയാണ് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിൽ ഇതാക്കണേ ഇതേപോലത്തെ 414 105 ഇനത്തിൽ പെട്ടിട്ടുള്ള ഏകദേശം 200ഓളം റബ്ബറുകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ റബ്ബർ കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം വെള്ളത്തിന്റെ സൗകര്യം നമുക്ക് തന്നെ വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുക്കുക. ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മെയിൻ ആയിട്ട് നോക്കുക വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടോ എന്നുള്ളതല്ലേ. അതെ, നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. ഇതാക്കണേ നമ്മളെ പറമ്പില് വെള്ളത്തിന്റെ സൗകര്യത്തിന് പറഞ്ഞാൽ കിണറാണുള്ളത് കേട്ടോ. നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. ഇങ്ങോട്ടൊന്ന് വന്നു നോക്കിയാണ് നിങ്ങള് കണ്ടില്ലേ. അത് നോക്കിയേ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ. 365 ദിവസം വെള്ളം കിട്ടും. അത് കണ്ടില്ല നിങ്ങൾ. വെള്ളമൊക്കെ എന്താ പറയുക 10 കോൽ താഴ്ചയിലാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും നമുക്ക് ഇത്രയും കാലമായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇല്ല അല്ലേ. ഇനി വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. നമ്മൾ വെള്ളത്തിന്റെ സൗകര്യമൊക്കെ കാണിച്ചതില്ല. കിണറൊക്കെ കണ്ടില്ലേ. നിങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മളെ പറമ്പിലുള്ള റബ്ബറുകൾ കണ്ടില്ല നിങ്ങൾ. 414 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള റബ്ബറും കാര്യങ്ങളൊക്കെ നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പാലും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബറാണ്. പിന്നെ പ്ലാറ്റോറൊക്കെ കണ്ടില്ല നിങ്ങൾ. ഫുള്ള് നല്ല നീറ്റ് ആയിട്ടുള്ള പ്ലാറ്റോറും കാര്യങ്ങളൊക്കെയാണ്. ടാപ്പിംഗ് ആക്കി നടക്കാനാണെങ്കിലും പാലെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. പ്ലാറ്റോറൊക്കെ ഫുള്ള് ക്ലിയർ ആണ്. പിന്നെ ഇതാക്കണേ തെങ്ങാണ് ഈ കാണുന്ന. ഏകദേശം 10-30ഓളം തെങ്ങുണ്ട്. നല്ല കായ്ക്കണ തെങ്ങുണ്ട് നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തം 1.5 ഏക്കർ സ്ഥലമാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ ഇതാക്കണേ ഇവിടെ വേറൊരു 1.5 ഏക്കർ സ്ഥലം കൂടി ഉണ്ട്. ഇതും വിൽക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന 1.5 ഏക്കർ പ്ലോട്ട്. അപ്പൊ രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ മൊത്തം ഒരു 3 ഏക്കർ പ്ലോട്ടിന്റെ അടുത്ത് വരും അല്ലേ. അതെ, ഇതും ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. ഇതാക്കുന്നത് ഇതും നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കുന്നതാണ്. അതെ അതെ. നമ്മൾ പറമ്പിന്റെ കുറച്ച് മേലെ ഭാഗത്ത് ഏകദേശം സെന്റർ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഇവിടെ വലിയൊരു ആഞ്ഞിലിമാരുണ്ട്. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇതേമാതിരിക്ക് ഏകദേശം 10-15ഓളം ആഞ്ഞിലികൾ നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് കേട്ടോ. പിടിച്ചാൽ പിടി ഇറങ്ങൂല അങ്ങനത്തെ നല്ല വണ്ണുള്ള വലിയ വലിയ മരങ്ങളാണ്. ഇതേമാതിരിക്ക് ഏകദേശം ഒരു 15ഓളം ആഞ്ഞിലി മരങ്ങളുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ കുറച്ചൊന്ന് നടന്നെത്താനുള്ള ദൂരത്തിൽ 1/2 കിലോമീറ്ററിൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളിയെല്ലാം ഉണ്ട്. അതുപോലെ പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈസ്കൂളൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഒക്കെ നടന്നെത്താനുള്ള ദൂരത്തിൽ തന്നെ ഉള്ളൂ. പിന്നെ ആലക്കോട് നിന്നൊക്കെ ഞങ്ങൾ വരിക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 23 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ.
അപ്പൊ നമ്മളിപ്പോ പ്ലോട്ടിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നമ്മള് താഴെ നേരത്തെ കുറെ റബ്ബർ കാണിച്ചു തന്നില്ലേ, 414 ഇനത്തിൽ പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാണിച്ചു തന്നിട്ടില്ലേ. അപ്പൊ അതിന്റെ ബാക്കി ഇതാക്കിട്ട് കുറച്ച് വലിയ റബ്ബറുകളും ഉണ്ട് കേട്ടോ. ഇത് 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ഇതേപോലത്തെ റബ്ബറുകൾ നമുക്ക് 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണുള്ളത്. താഴെ ഒരു 100ഓളം 414 ഇനത്തിൽ പെട്ടിട്ടുള്ള ബാക്കി എല്ലാം പകുതിയാന്ന് തോന്നുന്നു അല്ലേ? പകുതിയും പകുതി മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തത് അല്ലേ? അതെ. പിന്നെ കുറച്ച് 105ഉം അത് ഇത് കണ്ടല്ലോ എല്ലാം നല്ല നല്ല കിടിലം മരങ്ങളാണ് കേട്ടോ. ഒന്നും ടാപ്പിംഗ് ആക്കി നശിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല മരമാണ്. പിന്നെ പ്ലാറ്ററും കണ്ടില്ല നിങ്ങൾ, നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാറ്ററാണ്. ടാപ്പിംഗ് ആക്കിയൊക്കെ നടക്കാനൊക്കെ ഒന്നും തടയാനോ ഒന്നും നല്ല നീറ്റ് ആയിട്ട് കിടക്കണതാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയേ, പ്ലോട്ടിന്റെ ബാക്ക് സൈഡിലോട്ടൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തോട്ട് റോഡും ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അവിടെ ഒക്കെ വീടുകളാണ്, അതിലൊക്കെ വീടുകളുണ്ട്. പിന്നെ ഇതാക്കണ നമ്മളെ പറമ്പിൽ ഇതാക്കണ ആഞ്ഞിലിയാണ് ഈ കാണുന്നത് കേട്ടോ. നേരത്തെ ഒരു ആഞ്ഞിലി മരം കാണിച്ചു അതേമാതിരി ഇതാക്കണ വലിയ ആഞ്ഞിലി, ഏകദേശം ഒരു 10-15ഓളം ആഞ്ഞിലി മരങ്ങൾ ഉണ്ട്. നല്ല വണ്ണം കേട്ടോ, വലിയ വലിയ മരങ്ങൾ. ഇതേമാതിരിക്കുള്ള 15ഓളം 10-15ഓളം എണ്ണ ഉണ്ട്. പിന്നെ ഇതാക്കണ പ്ലാവാണ് ഈ കാണുന്നത്. ചക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടണതാണ്. ഇതേപോലത്തെ കുറെ പ്ലാവുകൾ ഉണ്ട്. അതിരുവഴി ഇതാക്കണ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുറെ പ്ലാവ് ഉണ്ട് ഇതേമാതിരി കേട്ടോ. അപ്പൊ നമ്മള് പറമ്പിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് എന്താ പറയാ, നമ്മളെ പറമ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാല് ഇത്രയൊക്കെയാണ്. പിന്നെ നമുക്ക് തളിപ്പറമ്പ് വരികയാണെങ്കിൽ ഒരു 35 കിലോമീറ്റർ ദൂരമുള്ള. അതേമാതിരി കണ്ണൂരിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 47 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമുക്ക് പയ്യാവൂര് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണുള്ളത്. 6 കിലോമീറ്റർ അല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെമ്പേരിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. അതുപോലെ പയ്യാവൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ഗവൺമെന്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പയ്യാവൂരൊക്കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പള്ളികളുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു 5-6 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ അടുത്തുള്ള അവൈലബിൾ ആണ് അല്ലേ? അതെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാല്. അപ്പൊ എല്ലാവർക്കും നമ്മളെ സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലം വരെ നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം മാറിയിട്ടും അതുപോലെ തന്നെ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ കണ്ട ഒരു മൊത്തം 1.5 ഏക്കർ പ്ലോട്ടാണ്. പിന്നെ ഈ ഒരു പ്ലോട്ട് നിങ്ങളുടെ ഏതെങ്കിലും പ്ലോട്ടുകൾ കണ്ണൂർ ജില്ലയിലെ ആലക്കോടോ കരുവഞ്ചാലോ ചപ്പാരപ്പടോ ഒക്കെ വിൽക്കാനുണ്ടെങ്കിൽ 10 സെൻറ്റ് സ്ഥലവും വീടൊക്കെ ആയിട്ട് വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമായിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും ഇതിൻ്റെ ഓണർ റെഡിയാണ്. ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ മൊത്തത്തിൽ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലോട്ടുകൾ ഏതെങ്കിലും എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 9895181886. ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണർ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിട്ടിലും കിട്ടുകാച്ചി പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.